ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടി കൊഴിച്ചിലിനും അതുപോലെ മുടിയുടെ ഉള്ളു കുറയുന്നതിനും താരനും എല്ലാം പരിഹാരമായിട്ടുള്ളൊരു കാച്ചെണ്ണയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനു വേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതൊരു 5 നെല്ലിക്ക ഉണ്ട്, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ കുറച്ച് തുളസി ഇലയും ഒരു പിടി മൈലാഞ്ചി ഇലയും കുറച്ച് കറിവേപ്പിലയും ഒരു 6-7 ചെറിയ ഉള്ളിയും ഒരു 2 തണ്ട് കറ്റാർവാഴയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. വെള്ളം അധികം ഒന്നും ഒഴിക്കേണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. പിന്നെ ഞാനൊരല്പം കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അധികം ഒന്നും വേണ്ട, ഒരു 3-4 കുരുമുളക്. അത് ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ അരയ്ക്കാനല്ല, എണ്ണ ഒരു പകുതി മൂപ്പായി കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൽ അധികം വെള്ളമൊന്നും ഒഴിച്ചില്ല, ഒരല്പം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഞാനിത് എണ്ണയിലോട്ട് ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് എണ്ണയിൽ ചേർത്ത് മൂപ്പിച്ചെടുത്താലും മതി. ഇങ്ങനെ ചേർക്കുന്നതാണ് നല്ലത്, അന്നേരം അതിൻ്റെ സത്തെല്ലാം എണ്ണയിലോട്ട് നല്ലവണ്ണം ഇറങ്ങിക്കിട്ടും. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഇതൊരു 300 ഗ്രാം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം. ഇനിയും എണ്ണ കാച്ചിയെടുക്കാം. അതിനുവേണ്ടി നല്ല ചൂടുകട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം സ്റ്റൗ ഓൺ ചെയ്യത്തില്ല, ഇതെല്ലാം ചേർത്ത് നല്ല മിക്സ് ചെയ്തതിന് ശേഷമേ സ്റ്റൗ ഓൺ ചെയ്താൽ മതി. കരിഞ്ജീരകം ഞാനൊന്ന് ചെറുതായിട്ട് ചതച്ചാണ് ഇട്ടത്, അന്നേരം അത് ഒന്നുകൂടെ നല്ലതാണ് അങ്ങനെ ചതച്ചിടാമെങ്കിൽ. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ചെറിയ തീയിൽ മാത്രമേ ഇത് നമ്മൾ മൂപ്പിച്ചെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് വേഗം എണ്ണയും കരിഞ്ഞും പോകും, ആ മുടി ഭയങ്കരമായിട്ട് കൊഴിയുകയും ചെയ്യും. പെട്ടെന്ന് ഇത് മൂപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല, ചെറിയ തീയിൽ വെച്ച് വളരെ സമയമെടുത്ത് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്, എന്നാലേ അതിൻ്റെ നല്ലൊരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എണ്ണയുടെ നിറമൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നും ആയില്ല, ഇതൊരു 1/4 ഭാഗം പോലും മൂപ്പായിട്ടില്ല. നെല്ലിക്കായും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തലയ്ക്കൊരു നല്ല തണുപ്പും കിട്ടും, അന്നേരം മുടി കൊഴിച്ചിൽ വേഗം മാറുകയും ചെയ്യും. അതുപോലെ കരിഞ്ജീരകം ചേർത്തത് കൊണ്ട് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറവും കിട്ടും. പിന്നെ ഇതിലോട്ട് ഒരല്പം ഉലുവ ഒന്ന് കുതിർത്തിട്ട് അത് അരയ്ക്കുന്ന കൂട്ടത്തിൽ അതുകൂടെ ചേർക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഞാൻ ചേർത്തില്ല, ഉലുവായ്ക്ക് ഇച്ചിരി കൂടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. ഇപ്പോൾ ഏകദേശം എണ്ണയൊന്ന് മൂപ്പായിട്ടുണ്ട്. അരച്ച് ചേർത്ത് അതെല്ലാം ഒന്ന് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു മൂപ്പെത്തിയോ എന്ന്. ഇപ്പോൾ എണ്ണയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം കണ്ട് അതിൻ്റെ പതയെല്ലാം ഒന്ന് കുറഞ്ഞു വന്നത്. ഈ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പാത്രത്തിന് നല്ല ചൂടുള്ളത് കൊണ്ട് ആ ചൂടിലിരുന്ന് ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടും. ഇത് നല്ലവണ്ണം ഒന്ന് തണുത്തതിന് ശേഷം അരിച്ചെടുക്കണം. എന്നിട്ടിത് കുപ്പിയിലെല്ലാം ഒഴിച്ച് അടച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.